ഈ ഡൊമിനിക്കിനൊരു വെല്ലുവിളിയാവും. ഡൊമിനിക് ഒന്നുമല്ല, ഡൊമിനിക്കിലെ കൂടുതൽ കവറി. അൻപോട് കൺമണി ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവിയായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ച് നല്ല സൂപ്പറായിട്ട് നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മൂവി. എന്താ പറയുക, നമ്മുടെ ഗ്രാമീണ തനിമയിലെ ഗ്രാമത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ കോർത്തിണക്കി അതിൻ്റേതായ നാച്ചുറൽ കോമഡിയും എല്ലാ കാര്യങ്ങളും അനഘയായാലും അർജുൻ അശോകനായാലും എല്ലാം സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രെയിംസൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതായത് നാച്ചുറലി നാട്ടും പുറത്തെ ടൗണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മൂവി എന്ന് തന്നെ പറയാം. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ചിത്രീകരിച്ച് അതിൻ്റെതായ നന്മകളും പിന്നെ കുശുമ്പുകളും എല്ലാം കോർത്തിണക്കിയ ഒരു മൂവി. അടിപൊളി പടം, കണ്ടിരിക്കേണ്ട ഒരു ഫാമിലി മൂവിയാണ്. നല്ല സ്റ്റോറി ലൈൻ, ഭയങ്കര ഡയറക്ഷൻ, രസമുള്ള ഡയറക്ഷൻ, എല്ലാം ഭയങ്കര വർക്കാണ് പടം. ഫാമിലി പടമാണോ? പക്ക ഫാമിലി പടമാണ്. പക്ക ഫാമിലിയാണ്. നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ നടന്ന്, ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. നാട്ടുമ്പുറത്തൊക്കെ നടന്ന് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇറങ്ങിയുള്ളൂ കേട്ടോ. അർജുൻ അശോകൻ്റെ പെർഫോമൻസ് മാത്രമല്ല, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ കല്യാണം കഴിഞ്ഞവരൊക്കെ പ്രത്യേകിച്ച് കാണേണ്ട ഒരു ഇതാണ്. ഫാമിലി മൂവി എന്ന് പറഞ്ഞാൽ ഗുഡ് ഫാമിലി മൂവിയാണ്. വെച്ചാൽ ഫീലിംഗ് ബെറ്ററാണ്, സൂപ്പറാണ്. ഞാൻ നമ്മൾ വാത്സല്യമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞൊരു പടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കണം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഈ പടത്തിൽ മൊത്തം കാണിക്കുന്നത്. എല്ലാവരും മസ്റ്റ് വാച്ചിങ് തിയേറ്ററിൽ വന്നിട്ട്, എന്താ വെച്ചാൽ ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഒരു കണ്ണുനീര്, ആ ഒരു ഇതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് മസ്റ്റ് വാച്ച് ചെയ്യണേ. ഇതൊരു തീമാണ്, മലയാളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു തീമിനെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. പടം അടിപൊളിയായിരുന്നു, സൂപ്പർ പടമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. ഒരു ഫാമിലി ഓഡിയൻസിന് ശരിക്കും എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അല്ല കോമഡി ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ശരിക്കും ലിവ് ചെയ്തിട്ടുണ്ട്. നമുക്കിടയിൽ നടക്കുന്ന ഒരു സംഭവമാണോ? അതെ, ശരിക്കും നടക്കുന്ന ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ശരിക്കും നടക്കുന്ന ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും കണ്ടിരിക്കണം. ഫാമിലി എല്ലാ ഫാമിലിക്കും പോയി കാണാൻ പറ്റുന്ന ടൈപ്പ് മൂവിയാണ്. പിന്നെ എന്താ പറയുക, ന്യൂ കപ്പിൾ മാരീഡ് ആയിട്ടുള്ളവർക്കൊക്കെ പോയി കാണാം. പിന്നെ കുട്ടീനെ ആഗ്രഹിച്ച് ജീവിക്കുന്നവരെ ഒത്തിരി പേരുണ്ടല്ലോ, അവർക്കൊക്കെ കാണാൻ പറ്റുന്ന, കണ്ണ് നിറഞ്ഞു പോകും ശരിക്കും കണ്ടാൽ. നല്ല നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ എന്താണ് വാത്സല്യം അല്ലെങ്കിൽ കിരീടം പോലെ ഒരുപാട് ഹാർട്ട് ടച്ചിങ് മൂവി. സാധാരണ പുതിയ ജനറേഷൻ ഇങ്ങനെ മൂവീസ് ഉണ്ടാവാറില്ല. പിന്നെ എന്നെക്കാട്ടും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നത് മാരീഡ് കപ്പിൾസ്, കല്യാണം കഴിച്ചവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അർജുൻ അശോകൻ തകർക്കുകയല്ലേ, മാളപർവി മാഡം, മൃദുൽ നായർ, എല്ലാവരും തകർക്കണം. കിടിലം പടം. കാരണം ഈ നല്ലൊരു ഒട്ടും ലാഗ് വന്നില്ല. എന്നാൽ നല്ലൊരു സോഷ്യൽ റിലവൻറ്റ് ടോപ്പിക്, എല്ലാ കാലത്തും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ പുതിയ മാരീഡ് കപ്പിൾസിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് പ്രോബ്ലം പറയില്ല, പോയിട്ടോ. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. പിന്നെ മാളപുരമായിട്ട് പറഞ്ഞാൽ അടുത്തൊരു കവി പോലെ പറയാം, അതുപോലെ അഭിനയിക്കാം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ അർജുൻ അശോകനായാലും മൃദുലിൻ്റെ ഒരു ഡയറക്ടറാണ്, കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സുക്കൂർ പോലെ നവാസ, എനിക്കിഷ്ടപ്പെട്ട പടം. നല്ലൊരു ഇത് എനിക്ക് തോന്നുന്നു ഒ ടി ടിയിലും തിയേറ്ററിൽ നന്നായിട്ട് ഓടും. ഒരുപാട് വർഷങ്ങൾ ശേഷം ഇവന് ഉള്ളിലേക്ക് പോലും ഇത്രയും വരില്ല. ഇതിൽ സെൻറ്റിമെൻറ്റ്സും ഉണ്ട്, കോമഡി ഉണ്ട്, സ്ക്രിപ്റ്റ് കാര്യങ്ങളാണ്. പടം കണ്ടിട്ട് കല്യാണം കഴിക്കാൻ തോന്നിയോ? ചെറുതായി തോന്നി എനിക്ക്. കാരണം അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്. നല്ലൊരു ഫിലിമാണ്. എല്ലാവർക്കും